ജോലി ചെയ്യുന്നവരെല്ലാം അടിമകളുടെ മക്കളായിരുന്നു. അപ്പോൾ ഈ റോബർട്ട് റൈസിനെ ഈ കുഞ്ഞുങ്ങളെ കണ്ട് മനസ്സിലിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഈ കുഞ്ഞുങ്ങളെ വിളിച്ചു കൂട്ടി അവർക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അദ്ദേഹം സ്നേഹത്തോടെ ഈ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് കുറേ പേരെ കൂട്ടി വരുത്തിയിട്ട് ഒരു ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് ഒരു ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. ആ ബൈബിൾ ക്ലാസ് സ്തോത്രം, അതിൽ സംബന്ധിച്ച കുഞ്ഞുങ്ങളൊക്കെയും മാനസാന്തരപ്പെടുവാനും അവരുടെ ദുഷ്പ്രവൃത്തികളൊക്കെ വിട്ട് മാറുവാനും കർത്താവ് അവർക്ക് കൃപ കൊടുത്തു. അത് അവരുടെ ഭവനങ്ങളിലേക്ക് വ്യാപരിച്ചു. മദ്യപാനികളായ, ഡ്രഗ്സിന് ഒക്കെ അടിമകളായ അവരുടെ മാതാപിതാക്കൾ ക്രമേണ രക്ഷിക്കപ്പെട്ടു. അത് ഇംഗ്ലണ്ടിലെ വില്ലേജുകളിലേക്കൊക്കെ വ്യാപരിച്ചു, സിറ്റികളിലേക്ക് വ്യാപരിച്ചു. അത് ക്രമേണ യൂറോപ്പിലേക്ക് വ്യാപരിക്കുവാനിടയായി. അനേക സൺഡേ സ്കൂള് സ്തോത്രം അതുമൂലം രൂപം പ്രാപിക്കുവാൻ ഇടയായി. അത് ഇന്ന് നാം ഈ കാണുന്ന നിലയിലാകുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആകമാനം വലിയ വ്യത്യാസമുണ്ടാകും. ഒരു ചെറിയ കഥ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂൾ എത്രത്തോളം ഒരു പൈതലിന്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു എന്നുള്ളതിനെ കുറിച്ച്. ജർമ്മനിയിലെ ഒരു വില്ലേജിൽ ഡാനിയൽ എന്ന് പറയുന്ന ഒരു പൈതൽ ജീവിച്ചിരുന്നു. അവൻ എല്ലാ സൺഡേ സ്കൂളിലും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടെ ആ പൈതൽ കേൾക്കുമായിരുന്നു. ആ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനം ഫോളോ ചെയ്യുവാനുള്ള താല്പര്യവും അവനുണ്ടായിരുന്നു. ഒരു ദിവസം അവന് സൺഡേ സ്കൂൾ ടീച്ചർ അവന് ഒരു വചനം പറഞ്ഞു കൊടുത്തു. ആ വചനം ഇപ്രകാരമാണ്: എ ഗോഡ് ഫിയറിംഗ് ചൈൽഡ് ഈസ് ലൈക്ക് എ ബ്രൈറ്റ് ലൈറ്റ് ഇൻ എ ഡാർക്ക് വേൾഡ്. ഒരു ദൈവത്തെ ഭയപ്പെടുന്ന ഒരു പൈതൽ ഇരുട്ട് വ്യാപരിക്കുന്ന ഈ ലോകത്തിൽ ഒരു വെളിച്ചമായിരിക്കും. അവന്റെ ഹൃദയത്തിൽ അവന്റെ മനസ്സുകൊണ്ട് പറയുവാനിടയായി, ഐ വാണ്ട് ടു ബി ദാറ്റ് ലൈറ്റ്. അങ്ങനെ ചില ദിവസങ്ങൾ മുന്നോട്ട് കഴിഞ്ഞു. അവൻ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ ഒരു മനോഹരമായ പേഴ്സ് വീണെടുക്കുന്നത് കണ്ടു. അവൻ ആ പേഴ്സ് കയ്യിലെടുത്തു. തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേയേറെ പൈസയുണ്ട്. അതിൻ്റെ ആ പേഴ്സിൻ്റെ ഓണറുടെ ഐ ഡി എല്ലാം അതിനകത്തുണ്ട്. കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞു കാണും? കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇത് കൊടുക്കണ്ട, ഈ പൈസ കൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു വചനം ഓർമ്മ വരികയാണ്: ഫിയർ ദ ലോർഡ് ആൻഡ് ടേൺ അവേ ഫ്രം എവിൽ. ഇത് അവൻ്റെ സൺഡേ സ്കൂളിൽ പറഞ്ഞു കൊടുത്ത വചനമാണ്. അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞില്ല, ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഈ പൈസ എടുക്കുവാൻ യാതൊരു വിധമായ അവകാശവുമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് കേൾക്കാതെ അവന് പൈസ കൊണ്ട് അവൻ്റെ മാതാവിൻ്റെ കൊടുത്തു. അങ്ങനെ മാതാവും പൈതലും കൂടി അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ കൊണ്ടുപോയി അത് കൈമാറുവാൻ തക്കവണ്ണം ഇടയായി. ആ ഉടമസ്ഥൻ അവനോട് ചോദിച്ചു, എന്തിനാ മകനെ നീ ഇത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത്? നിനക്കിത് ചിലവാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പൈതൽ പറയുകയാണ്, സ്തോത്രം, എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നത്, എ ഗോഡ് ഫിയറിംഗ് ചൈൽഡ് ഈസ് ലൈക്ക് എ ബ്രൈറ്റ് ലൈറ്റ് ഇൻ എ ഡാർക്ക് വേൾഡ്. ഈ ഇരുട്ട് വ്യാപരിക്കുന്ന ലോകത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ തിളങ്ങുന്ന വിളക്കായി ശോഭിക്കും. ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു കൊണ്ടാണ് ഞാനിത് തിരികെ തരുന്നത്. ആ പേഴ്സൻ്റെ ഉടമസ്ഥൻ അവൻ്റെ പുറത്ത് തട്ടി അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവിടുന്ന് പറഞ്ഞയക്കുവാനൊക്കെ ഇടയായി. നമ്മുടെ സൺഡേ സ്കൂൾ കൊണ്ട് അതിൽ ഏറ്റവും നാം ആഗ്രഹിക്കുന്നത്
നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ ലോകത്തിൽ ശോഭിക്കുന്ന തിളങ്ങുന്ന വിളക്കുകളായിട്ട് രൂപാന്തരപ്പെടണം. ഒരു ദൈവത്തിൻ്റെ വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Jesus came and spake unto them, saying, All power is given unto me in heaven and in earth. Go ye therefore and teach all nations, teaching them to observe all things whatsoever I have commanded you, baptizing them in the name of the Father and of the Son and the Holy Spirit. Lo, I am with you always, even to the end of the world. ദൈവമക്കളെ, ഇന്നത്തെ ബാലന്മാരാണ് നാളത്തെ യൗവനക്കാരായി മാറുന്നത്. മറ്റൊരു അർത്ഥത്തിൽ ഇന്നത്തെ സൺഡേ സ്കൂൾ കുട്ടികളാണ് നാളത്തെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെയായി മാറ്റപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. അതുപോലെ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. 1 തീമോഥെയോസിന്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. സ്തോത്രം. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആമീൻ സഭയിൽ കടന്നു വരുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, ആമീൻ, ആരും നമ്മുടെ യൗവനം തുച്ഛീകരിക്കുവാൻ ഇടയാകരുത്. നമ്മളായിരിക്കണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക് മാതാപിതാക്കന്മാർ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ഭവനത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. കുറിവാക്യത്തിൽ നാം വായിച്ച പ്രകാരം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. കുഞ്ഞുങ്ങളുടെ ദൈവത്തിൻ്റെ വചനം കേട്ട് ആത്മീയരായി വളർന്നു വരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.